അങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോറീസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. വെൽക്കം ടു എപ്പിസോഡ് നമ്പർ 16 ഓഫ് മൈ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഫീച്ചർ ഫിലിം. പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഡിപ്പാർട്ട്മെൻറ്റ് സൗണ്ടാണ്. കാരണം സൗണ്ടിൽ ഞങ്ങളിവിടെ വർക്ക് ചെയ്ത എൽദോസ് ഐസക്കും അതുപോലെ ജിതിൻ ജോസഫ്, ഇവരുടെ 3 പേരും ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടിയൊരു എക്സ്പീരിയൻസ്, ലൈക്ക് എങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് ഒരു ആത്മാവ്, ഒരു സോൾ, ഒരു ജീവൻ വെച്ച് വരുന്നതെന്ന് ശരിക്കും എക്സ്പീരിയൻസ്. കാരണം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സൗണ്ട് റെക്കോർഡറൊക്കെ മോഷണം പോയി എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഞങ്ങൾ സെക്കൻഡ് ഷെഡ്യൂളിൽ പോയപ്പോൾ എൽദോസ് എന്ന് പറഞ്ഞ ഒരു റെക്കോർഡിസ്റ്റ് ഞങ്ങളുടെ കൂടെ കൊണ്ടുവരുന്നു. ആൾ കുറേ സൗണ്ട്സ് അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്തായിരുന്നു. ചില സൗണ്ട്സ് അതിനകത്ത് മര്യാദയ്ക്ക് ക്യാപ്ചർ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളത് തിരിച്ച് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വീണ്ടും കടലിൻ്റെ തിരമാലകളൊക്കെ ക്യാപ്ചർ ചെയ്യാനൊക്കെ ആയിട്ട് ചെറായിൽ പോകുന്നു. പല പല വണ്ടികളുടെ സൗണ്ടുകൾ ക്യാപ്ചർ ചെയ്യാം. ഇപ്പോൾ അംബാസഡറിൻ്റെ ഓരോ ഗിയർ ഷിഫ്റ്റിൻ്റെ സൗണ്ട്സ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി അംബാസഡർ കൊണ്ട് പോകുന്നു. വീല് കറങ്ങണതിൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നു. ഇലകളുടെ, ചെടികളുടെ, കാറ്റിൻ്റെ, കിളികളുടെ പല പല സൗണ്ടുകളും ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കുറേ നാൾ എൽദോസിൻ്റെ കൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്തു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എന്നിട്ട് ഈ ഫോളിയൊക്കെ ചെയ്യുമ്പോൾ ഈ ഫുഡ് സ്റ്റെപ്സൊക്കെ, ഇപ്പോൾ മണലിൽ കൂടെ നടക്കുമ്പോൾ ഒരു ഫുഡ് സ്റ്റെപ്പ്, ചരലിൽ കൂടെ നടക്കുമ്പോൾ ഒരു ഫുഡ് സ്റ്റെപ്പ്, കോൺക്രീറ്റ് ഇട്ട സ്ഥലത്ത് നടക്കുമ്പോൾ ഒരു ഫുഡ് സ്റ്റെപ്പ്, അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്ത് അതൊക്കെ സൗണ്ട് എഡിറ്റ് വെച്ച് മ്യൂസിക്കിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ്, ഇറ്റ് വാസ് എ റിയലി ഇൻക്രെഡിബിൾ എക്സ്പീരിയൻസ് ഫോർ മീ.